എടാ മക്കളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. സന്തോഷ വാർത്ത എന്താണെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത്തവണ നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ നേരത്തെ ആയിരിക്കും. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ ഹാൽസാരങ്ങൾ പിന്നെ ആദ്യം നിങ്ങൾ നെഗറ്റീവ് അടിക്കരുത്. പരീക്ഷയെ പറ്റി പറയില്ല. എല്ലാത്തിനും ഓണപ്പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ ഓണപ്പരീക്ഷ കഴിഞ്ഞ് ആ ക്ഷീണത്തിൽ നിന്ന് മാറിയില്ല. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയുടെ കാര്യം ഓർമ്മിക്കുന്നത്. കാരണം ഞാൻ പറയുന്ന കാര്യം തമാശാക്കി എടുക്കരുത്, സീരിയസ് ആണ് സാധനം. കാരണം ഈ സ്വാഭാവികം നമുക്ക് എപ്പോഴാണ് ക്രിസ്മസ് പരീക്ഷ നടത്താം? ക്രിസ്മസ് പരീക്ഷ നടക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ മാസം ഒരു 18 അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, ഒരു കറക്റ്റ് 22 അങ്ങ് തീർക്കും. അല്ലെങ്കിൽ ഒരു 16 കൂട്ടിക്കുക. 16 മുതൽ 22 വരെയാണ് നോർമലി ഉണ്ടായിരിക്കുക. പിന്നെ 22 നിങ്ങൾ എന്തായിരിക്കും ഈ പറഞ്ഞ ക്രിസ്മസ് പരിപാടിയൊക്കെ ആയിട്ട് ആഘോഷം ക്ലാസ് അവസാനിക്കുക ചെയ്യും. ഈ ഒരു ടൈം പീരീഡിലാണ് എക്സാം നടക്കാറുള്ളത്. പക്ഷേ ഈ കാലയളവ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ ചിലരെങ്കിലും അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. എന്താ കാര്യം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുക. നിങ്ങൾക്ക് സ്കൂൾ ഇലക്ഷൻ ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. നിങ്ങൾ അധ്യാപകർക്ക് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും. അപ്പം എന്ത് ചെയ്യും? നിങ്ങളുടെ പരീക്ഷ മാറ്റി വെക്കല് ചെയ്യുക. പരീക്ഷ കുറച്ചും കൂടി നേരത്തെ ആവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? എന്തായാലും ഒരു കറക്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിലോ ചിലപ്പം ഈ വരുന്ന ഡിസംബർ മാസം ഒരു 8 ഒരു 10 സ്റ്റാർട്ട് ചെയ്തിട്ടോ ഒരു 18 നിങ്ങളുടെ പരീക്ഷ കംപ്ലീറ്റ് തീരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഡിസംബർ 10 സ്റ്റാർട്ട് ചെയ്തിട്ട് 18 ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് എന്ത് ചെയ്യും? തീരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്നിട്ട് ക്രിസ്മസ് കഴിഞ്ഞ് കുറച്ചോ ചിലപ്പോൾ 1-2 ദിവസം മുന്നേ തന്നെ തുറക്കുന്ന രീതിയിലായിരിക്കാം നിങ്ങളുടെ. അല്ലെങ്കിൽ എന്താണ് 20-ാം തീയതി ആകുമ്പോഴത്തേന് കഴിഞ്ഞ് 20 മുതൽ 30 വരെ എന്തായിരിക്കും നിങ്ങളെ പിന്നെ ക്രിസ്മസ് വെക്കേഷൻ ആവാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. സോ പറഞ്ഞ കാര്യം, കുറച്ച് ദിവസങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇനി എന്തിനുള്ളൂ? ക്രിസ്മസ് എക്സാം നമ്മുടെ മുന്നിലേക്കുള്ളൂ. ഓണപ്പരീക്ഷയാണ്. നിങ്ങൾ പലരും പല രീതിയിലും വളരെ സീരിയസ് ആയി പോലും ഓണപ്പരീക്ഷ കാണാത്ത ആളുകളുണ്ട്. ഇനിയും നിങ്ങൾ ഈ ഒരു ഉറപ്പിൽ നടന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം +2 ഒരു കോളേജിൽ, നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടികളാണ്, അടുത്ത വർഷം ഒരു കോളേജിലും സീറ്റ് കിട്ടാതെ തെരാപ്പാര മേലോട്ടും താഴോട്ടും നോക്കിയിരിക്കേണ്ടി വരും നിലവിലെ സ്ഥിതിയിൽ നിങ്ങൾ പോകുന്നെങ്കിൽ. സോ നിങ്ങൾക്ക് സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഡ്യൂപോണിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ഓഫർ ഡേറ്റ് നമ്മൾ ഈ സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസം, അതായത് ഈ മാസം 30-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏത് പൈസ കട? നമ്മൾ പറഞ്ഞാൽ 3799 3799 രൂപക്ക് ഓഫർ പ്രൈസസ് കൂടി നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതൊരു അവസാന അവസരമാണ്. വെറുതെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് നമ്മുടെ പണം നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ നിർബന്ധമായും ഈ ഒരു അവസരത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്നത് ബാക്കിയുള്ളവരെപ്പോൾ നിങ്ങൾക്ക് ഒരു ചാൻസ് ഇനി ഇല്ല. ഇനി ഞാൻ +2 നന്നായി പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് +2 ഇല്ല. നിങ്ങൾ അവസാന വർഷം, നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ദിവസമാണ് നിങ്ങൾ സ്കൂളുകൾ എന്ത് ചെയ്യുന്നത്? ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ക്ലാസ് റൂമിലായിട്ട് നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അതിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് റീത്തിങ് ചെയ്യാനുള്ള സമയമാണ്. വേഗം നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്തോ. എന്തൊക്കെ നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത്? കൃത്യമായി നമ്മൾ പറഞ്ഞ പുതിയ എക്സാം പാറ്റേൺ ക്ലാസ്സസ് അവിടെ കിട്ടും. അതുപോലെ തന്നെ കൃത്യമായ മുൻ വർഷത്തെ PYQs ഉണ്ടായിരിക്കും, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, അത് ലൈവ് ക്ലാസ് ആണ്, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആൻഡ് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും കൃത്യമായ എക്സാംസ് ഉണ്ടായിരിക്കും. എക്സാം മാത്രമാണോ? അല്ല, ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും അതിന്റെ സൂം ലൈവ് ഉണ്ടായിരിക്കും. വിത്ത് ടീച്ചേഴ്സുമായി നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഇന്ററാക്ട് ചെയ്ത് പഠിക്കാം. ഡിസംബർ 31 ആകുമ്പോഴേക്കും മുഴുവൻ പോർഷൻ, ദിസ് ഈസ് എ ഹൈലൈറ്റ്, ഡിസംബർ 31 ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? മുഴുവൻ പോർഷൻസും നിങ്ങൾക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അങ്ങോട്ട് ജനുവരി ഓൺവേഴ്സ് റിവിഷൻ ആയിരിക്കും. 100% ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. നല്ല മാർക്കോടുകൂടി +2 പാസ്സാക്കി തന്നിരിക്കും. ചുമ്മാ പറയുന്നതല്ല, അനുഭവം. മുൻ വർഷത്തെ കുട്ടിയോട് ജസ്റ്റ് നിങ്ങൾ പഠിച്ച ആരെങ്കിലും ചോദിച്ചാൽ മതി നമ്മൾ എന്താണ് എഡ്യൂബോർഡ് നിങ്ങൾക്ക് കൃത്യമായി നൽകുന്നതെന്നുള്ളത്. സോ ഇതൊരു അവസാന ചാൻസ് ആക്കി ഉപയോഗപ്പെടുത്തുക. താഴെക്കാരൻ നമ്പർ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യുക. അടുത്ത വർഷത്തേക്കുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സേഫ് ആക്കി വെക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. വൺസ് അഗൈൻ വെൽക്കം ടു എഡ്യൂബോർഡ് ഫാമിലി. നമ്മൾ അടിപൊളിയായി പഠിക്കും. നമ്മൾ എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. അതിലൊരു സംശയമില്ല. താങ്ക് യു.